ഇന്ന് മലപ്പുറത്തുകാരുടെ സ്വന്തം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ശരി, ഇതിൻ്റെ ഒരു മാവ് അതിൻ്റെ ആ ഒരു കൂട്ട് റെഡിയായില്ലെങ്കിൽ പിന്നെ ആ ഓട്ടട ഒട്ടും നന്നാവില്ല കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ. അത് തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടോട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചരി നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കുറേശ്ശെ വെള്ളം ചേർത്ത് അടിച്ചെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പച്ചരി ഒന്ന് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്ക് നോക്കിയിട്ട് കുറേശ്ശെ അങ്ങനെ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ മാവ് അരച്ചെടുക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം അരി നന്നായിട്ട് അരഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 3 ഗ്ലാസ് പച്ചരിയിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചോറ് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചോറ് കൂടെ ചേർത്താൽ ഓട്ടട നല്ല സോഫ്റ്റായിട്ടിരിക്കും. പക്ഷേ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചോറിൻ്റെ അളവൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടട കരിഞ്ഞു വരാനും അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോറ് ഒഴിവാക്കിയിട്ട് വെറും തേങ്ങ മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടടയായിട്ട് കിട്ടും. നിങ്ങൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ ചോറ് ചേർത്ത് ഓട്ടട ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ മാവ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളം, ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ കരണ്ടി കൊണ്ട് ഇളക്കിക്കൊണ്ട് വേണം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ മാവ് ഇങ്ങനെ വെന്ത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക, അങ്ങനെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം മാവ് ഒട്ടും ഇങ്ങനെ വെന്ത് പോവില്ല. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട പിടിച്ച് നമ്മുടെ ഓട്ടട നന്നാവില്ല കേട്ടോ. അങ്ങനെയാകുമ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഒരുപാട് ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട. ഞാനൊരു ചെറിയൊരു കപ്പിനുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആദ്യമേ ഓട്ടടേൻ്റെ മാവ് അരയ്ക്കുമ്പം ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. മാവ് ഒരുപാട് ലൂസായി പോയാലും ഓട്ടട നന്നാവില്ല. ഈ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ മാവ് കിട്ടണം കേട്ടോ. എന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടട ചുട്ടെടുക്കാൻ പറ്റും. പച്ചരി നന്നായിട്ട് അരയണം. നമ്മുടെ തേങ്ങ ചേർക്കുമ്പോൾ നന്നായിട്ട് അരയണമെന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകി ഇതിലിട്ടിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. ഈ തേങ്ങയുടെ ഒരു കടി അതൊരു നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ ഓട്ടടയ്ക്ക്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ ആ ഒരു കട്ടി. ഒരുപാട് ലൂസാവാനോ എന്നാൽ ഒരുപാട് കട്ടിയാവാനോ പാടില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി പിന്നെ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോ ഓട്ടടയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും പറയും വിറകടുപ്പിൽ വെച്ചാലാണ് ഓട്ടട നന്നായിട്ട് കിട്ടുക എന്നൊക്കെ. ഇല്ല കേട്ടോ, ഓട്ടട നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടും നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം മാവ് ഒഴിച്ച ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ഓട്ടട കിട്ടും. ആദ്യമൊക്കെ ഞാനും ഓട്ടട ഉണ്ടാക്കുമ്പം ചോറൊക്കെ ചേർത്ത് നല്ലോണം നന്നാവുമല്ലോ എന്ന് കരുതി ചോറൊക്കെ ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കാറ്. പക്ഷേ ഇത്തിരി അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഓട്ടട ഒട്ടും നന്നാവാറില്ല. അങ്ങനെയാണ് ഞാൻ ഈ ചോറ് മാറ്റി നന്നായിട്ട് തേങ്ങ മാത്രം ചേർത്ത് ഓട്ടട ചുട്ടെടുക്കാൻ തുടങ്ങിയത്. ഇപ്പം നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള ഓട്ടട കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചുട്ടുകൂടി നോക്കണം കേട്ടോ. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ. നമ്മളൊരു കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അത് കാരണം നമുക്ക് ഓട്ടട അടിയിലൊന്നും പിടിക്കാതെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടട ഉണ്ടാക്കുമ്പം ചട്ടിയിൽ എണ്ണയൊന്നും തടവുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഓട്ടടയുടെ മാവ്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. പിന്നെ ഓട്ടട ചുടുമ്പോൾ ആദ്യത്തെ ഒരു ഓട്ടട ചിലപ്പം നന്നായിട്ടില്ലെങ്കിലും രണ്ടാമത്തെ ഓട്ടടയൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചുട്ട് നോക്കുമ്പോൾ കുറച്ചൊരു മാവ് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വെള്ളം, സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ച് ഒന്ന് കട്ടി കുറച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല ഓട്ടടയായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു 2 കരണ്ടി ഇങ്ങനെ ഒഴിച്ച ശേഷം നമ്മൾ ആ കുമിളകളൊക്കെ വന്നിട്ടില്ലേ, ഒക്കെ വന്ന് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുള്ള ചട്ടിയിലേക്കാണ് കേട്ടോ നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ കുമ്പളകളൊക്കെ ഒന്ന് വന്ന ശേഷം പിന്നെ അത് അടച്ച് വയ്ക്കാൻ കേട്ടോ. പിന്നെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് പിന്നെ നമ്മളങ്ങനെ
വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ നമുക്ക് തുറന്നൊക്കെ നോക്കാം കേട്ടോ, മാവൊക്കെ ഓട്ടടയൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓട്ടട റെഡി. എളുപ്പമാണ് കേട്ടോ, നമുക്ക് രാവിലെ ചുട്ടെടുക്കാം. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ ഓട്ടടയായി അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഓട്ടടയുടെ കൂടെ തേങ്ങാപ്പാലും ചിക്കൻ കറിയോ ഗ്രീൻ പീസിൻ്റെ കറിയോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ഗ്രീൻ പീസ് ഇഷ്ടപോലെയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഓട്ടടയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നമ്മളവിടെ കോഴിക്കോടേക്കൊന്നും വല്ലാതെ ഒന്നും ആരും ഉണ്ടാക്കി അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഓട്ടട ഇങ്ങനെ ഉണ്ടാക്കി ചുട്ടൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ മലപ്പുറത്ത് തന്നെയാണോ ഈ ഓട്ടടയൊക്കെ ചുട്ട് എല്ലാവരും കഴിച്ചിട്ടുള്ളതെന്നാണ്. ഇവിടെ വിട്ട് കഴിഞ്ഞാലൊന്നും ഒരുപാട് പേർക്കൊന്നും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അറിയുന്നു തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ.